എല്ലാ ട്രാവലേഴ്സിനും വേണ്ടിയിട്ട് ഒരു ഹൈജീനിക്കായി അഫോർഡബിളായി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റർപ്രണർ ആവാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും നമ്മളൊരു പ്രോബ്ലം കിട്ടിയപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു സബ് കോൺഷ്യസ്ലി എൻ്റർപ്രണർ ആയ കുറച്ച് ആൾക്കാരാണ് ഞങ്ങൾ. കുറേ ടൈമിൽ ഇങ്ങനെ നാളെ എന്ത് ചെയ്യുന്ന രീതിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫുഡ് നമ്മൾ കയ്യിൽ കൂട്ടിയേക്ക് വരുന്ന കാര്യമില്ലാതെ നമ്മളിങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇവർക്ക് ഇപ്പം എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ സഹായിച്ചുകൊണ്ട് അവർക്കൊന്നും കിട്ടാനില്ല. നമുക്ക് അങ്ങോട്ട് മടുക്കും. ആ രീതിയിലേക്ക് നമുക്ക് അത്രയും നമ്മൾ ടെൻഷനായി അങ്ങനെ ഒരു ഇതിലേക്ക് എത്തും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എങ്ങനെയും ആ ഒരു കാര്യത്തെ ടാക്കിൾ ചെയ്തിട്ട് അതൊരു പോസിറ്റീവ് രീതിക്ക് ആക്കിയിരുന്നു. പ്രോബ്ലംസ് വരട്ടെ, ആ പ്രോബ്ലം വെൽക്കം ചെയ്യുന്ന ടൈപ്പാണ്. കൂടുതൽ പ്രോബ്ലംസ് വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഏറ്റവും വേസ്റ്റ് കേസിൽ പൊട്ടിപ്പോയാലും അത് നല്ല എക്സ്പീരിയൻസ്. ഇപ്പോൾ ഷാർക് ടാങ്ക് ഇന്ത്യയുടെ ഇതിൽ സെക്കൻഡ് ഫേസിലോട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം നിങ്ങൾക്ക് വർക്കൗട്ട് ആവുമല്ലേ എന്നറിയാൻ അത് ഏറ്റവും നല്ലത് അത് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. എല്ലാ ട്രാവലേഴ്സും ഹൈജീനിക് ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കണം എന്നുള്ളത്, അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വിജയിച്ച സംരംഭകരുടെ ഇൻസ്പിറേഷൻ സ്റ്റോറി പറയുന്ന ഗോൾഡൻ ഇന്നിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ യുണീക്കായിട്ടുള്ള ഒരു ബിസിനസ് സൈഡ് സക്സസ് ആക്കിയെടുത്ത 5 യങ് സംരംഭകരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടീം റെയിൽ റോൾസ്. ഇവരെക്കുറിച്ച് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് വരാം. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് സ്റ്റാൻഡേർഡൈസ്ഡ്, ഹൈജീനിക്, ഹാൻഡ് വാഷ് ഫ്രീ ആൻഡ് ഈസി ടേക്ക് അവേ ആയിട്ടുള്ള ടേസ്റ്റി ഫുഡ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 5 ചെറുപ്പക്കാർ ചേർന്ന് റെയിൽ റോൾസ് എന്നൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. വളരെ പ്രാക്ടിക്കലായ രീതിയിൽ ചിന്തിച്ച് ചെയ്തെടുത്ത ഒരു ആശയം എന്ന് തന്നെ പറയാം. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒട്ടും തൃപ്തിയില്ലാതെയും എന്നാൽ നിവൃത്തികേടും കൊണ്ടാണ് പലരും ഭക്ഷണം കഴിക്കുന്നത്. ഹൈജീനിക് ഫുഡ് അഫോർഡബിൾ റേറ്റിന് കിട്ടില്ല എന്ന് മാത്രമല്ല, ഹാൻഡ് വാഷ് ചെയ്യേണ്ടതായും എല്ലാം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ ഇതിനെല്ലാം പരിഹാരമായാണ് ഷിജ, സഫാൻ, ഷിബിൻ, മുഹമ്മദ് സഞ്ജിത്, നസീം എന്നിവർ ചേർന്ന് റെയിൽ റോൾസ് എന്ന ന്യൂജൻ സംരംഭം തുടങ്ങിയത്. വളരെ ടേസ്റ്റി ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് അഫോർഡബിൾ റേറ്റിൽ ആൻഡ് ഈസി ടേക്ക് അവേ നൽകുന്നു എന്ന് മാത്രമല്ല, റോൾ ആയതുകൊണ്ട് തന്നെ ഈസിയായി കഴിക്കാനും പറ്റും. ഇന്ന് ഒരുപാട് ആളുകൾ റെയിൽ റോൾസിനെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഓരോരുത്തരും നിങ്ങൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? നിങ്ങൾ ആരാണ്, എവിടെയാണ് പഠിച്ചത്? എൻ്റെ പേര് നസീം ഉമർ. ഞങ്ങൾ ബേസിക്കലി ഞങ്ങളെല്ലാവരും ഞാൻ വരുന്നത് പാലക്കാട്, മലപ്പുറം ബോർഡർ, മണ്ണാർക്കാട് അടുത്താണ്. ഞാൻ പഠിച്ചത് ദുബായിലായിരുന്നു. ലൈക്ക് +2 കഴിഞ്ഞിട്ട് ദുബായിൽ പോയി. അവിടെ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റാലിറ്റി, പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല. ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് അങ്ങനെയാണ് ടീമിൽ ജോയിൻ ചെയ്തത്. എൻ്റെ പേര് ഷിബിൻ. ഞാൻ ഒരു BCA ഗ്രാജുവേറ്റ് ആണ്. പഠിച്ചത് ബാംഗ്ലൂരിലാണ് പഠിച്ചത്. മണ്ണാർക്കാടാണ് സ്വദേശം. ഇപ്പോൾ ഇതിൽ CEO ആയിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഷിജ. നേറ്റീവ് എല്ലാവരും പോലെ മണ്ണാർക്കാടിൻ്റെ. കറൻ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിടെക് പ്ലസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ME എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. എൻ്റെ പേര് സഞ്ജിത്ത്. മണ്ണാർക്കാട് തന്നെയാണ് പഠിച്ചത്. MES കാലിക്കറ്റ് കോളേജ് മണ്ണാർക്കാട്ടാണ് പഠിച്ചത്. BBA ഗ്രാജുവേറ്റ് ആണ്. ഞാൻ സഫാന്. ഞാനും മണ്ണാർക്കാട് തന്നെയാണ് വരുന്നത്. ഞാൻ BCom കഴിഞ്ഞ് ഇപ്പോൾ ACCA ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫൈനലാണ്. ഓക്കെ. അപ്പം നിങ്ങളെല്ലാവരും BBA, BCom, പിന്നെ BTech ഒക്കെ ഹോൾഡേഴ്സാണ്. അപ്പം ഒരു 9 to 5 പ്രൊഫഷണൽ ജോബിൽ നിന്നും വൈ ഡു യു ചൂസ് ബിസിനസ്? ഓക്കെ, നമ്മൾ 9 to 5 ജോബ് ഇത് ആ ഒരു രീതിയിലോട്ടല്ല നമ്മളെത്തി. നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ അതിന് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ എൻ്റർപ്രണർ ആവാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും നമ്മളൊരു പ്രോബ്ലം കിട്ടിയപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു സബ് കോൺഷ്യസ്ലി എൻ്റർപ്രണർ ആയ കുറച്ച് ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്രക്കാർ അനുഭവിക്കുന്ന വലിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി. അതിനൊരു സൊല്യൂഷൻ തപ്പി ഇറങ്ങി അങ്ങനെ ഈ ഒരു ഇതിലോട്ട് റെയിൽ റോൾസിലോട്ട് എത്തി. അങ്ങനെയാണ് നമ്മൾ റെയിൽ റോൾസിലോട്ട് എത്തുന്നത്. ബിസിനസ് എന്നൊരു ആശയം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, ഇപ്പോൾ വീട്ടിലും ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു റെസ്പോൺസ്, പ്രതികരണം? വീട്ടുകാർ പൊതുവെ സപ്പോർട്ട് തന്നെയായിരുന്നു. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള പേടികളുണ്ടാവും, പക്ഷേ ബേസിക്കലി എല്ലാവരുടെയും വീട്ടുകാരും ഒരുപോലെ തന്നെ സപ്പോർട്ടായിരുന്നു. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്കും ഒരു സന്തോഷം. അത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഈ വർക്ക് എടുക്കുമ്പോഴും കാര്യങ്ങളും നമ്മൾ സെൽഫ് ഡ്രിവൻ ആണല്ലോ. അതായത് വേറെ ആരും പുഷ് ചെയ്യുന്നില്ല, നമ്മൾ സ്വയം
അവർ ഡ്രൈവിൽ ചെയ്യുമ്പോൾ അവർക്കും നമ്മൾ ഇത്രയും കാലം ഉണ്ടായിരുന്നത് നമ്മളല്ല ആ ഒരു സംഭവം. നമ്മളെന്താ ചെയ്യണമെന്നുള്ളത് അവർക്ക് അറിയായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ കറക്റ്റ് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു റെയിൽവേസിൽ ഒരു പ്രോബ്ലം, അപ്പോൾ അതെന്തെങ്കിലും സൊല്യൂഷൻ എന്നുള്ള രീതിക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കുറേ പേര് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഷിജാക്കാണേലും. അപ്പോൾ അത് വൈകിപ്പിച്ചിട്ട് കാര്യമില്ല, ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിക്ക് ഇറങ്ങി. അപ്പം റെയിൽ റോൾസ് അല്ലേ, അതെ. എന്താണ് റെയിൽ റോൾസ്? ഓക്കെ, റെയിൽ റോൾസ് എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ബ്രാൻഡാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് റാപ്സ് ആണ്. നമ്മൾ എല്ലാ ട്രാവലേഴ്സിനും വേണ്ടിയിട്ട് ഒരു ഹൈജീനിക്കായി, അഫോർഡബിളായി, കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫുഡ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതും ഏറ്റവും ക്വിക്ക് ഡെലിവറി ആയിട്ട് ഒരു 3 minute ഇൻ സ്റ്റോർ ഡെലിവറി എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ക്വിക്കായിട്ട് ആൾക്കാർക്ക് എത്തിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ. പിന്നെ അതിൽ നമ്മൾ കുറച്ച് ഇന്നോവേഷൻസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തിട്ട് നോ ഷെഫ് റെസ്റ്റോറൻറ്റ് മോഡലാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ്. പിന്നെ നമ്മൾ റെയിൽവേ ബേസ് ചെയ്തിട്ട് ഒരു ഹൈജീനിക് ആയിട്ടുള്ളൊരു ഫുഡ് യാത്രക്കാർക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു മെയിൻ മോട്ടീവ്, ഗോൾ, ഇങ്ങനെയൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ അതാണ്. റെയിൽവേ മാത്രമല്ല, ട്രാവലേഴ്സ് ഏതൊക്കെ മേഖലയിലുണ്ടോ ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും ഒരു സൊല്യൂഷൻ എന്ന രീതിക്ക്. അപ്പോൾ റാപ്സ് ഇപ്പം എന്തുകൊണ്ട് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്തത് നസീമാണ്. അപ്പോൾ അത് ട്രാവലേഴ്സിനെ എങ്ങനെ കൊണ്ടുപോയി എവിടുന്ന് കഴിക്കാൻ പറ്റിയ രൂപത്തിലായിരിക്കണം, പിന്നെ അത് ന്യൂട്രീഷ്യസ് ആയിരിക്കണം, അങ്ങനെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞത് റാപ്സ് മതി, അതായിരിക്കും ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഓപ്ഷൻ. ബെസ്റ്റ് ഫുഡ് ഓപ്ഷൻ. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടൊരു ഫുഡ് വേണം. ബിക്കോസ് ലൈക്ക് നമ്മളെ ലൈക്ക് കൈ കഴുകാൻ പറ്റുന്നത് ലൈക്ക് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മെസ്സി ആവാൻ പറ്റില്ല നമ്മളെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് എല്ലാം. അപ്പോൾ നമുക്ക് അങ്ങനെ ആലോചിച്ചെടുത്ത തീരുമാനം റാപ്പ് എന്നുള്ളത്. നമ്മളിപ്പോഴും അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ളതിൽ. ഇപ്പോൾ കറൻ്റ്ലി നമുക്കുള്ള റാപ്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ റാപ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതെ അതെ. അതും നോൺ എല്ലാ ഡയറ്ററി പ്രൊഫഷണൽസ് ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് മെനു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഐഡിയ, ഈ ഒരു ഇൻസ്പിറേഷൻ, ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയ തുടങ്ങണം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് എവിടെ നിന്നാണ്? ഐഡിയ എന്നുള്ള രീതിയിൽ ഒരു സിംഗിൾ ലൈൻ കൊണ്ടുവന്ന ഞാനാണ്, പക്ഷെ അതിങ്ങനെയൊന്നും ആയിരുന്നില്ല ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. ഹോൾ പ്രോസസ് നിങ്ങൾ 5 പേരും ചേർത്ത് ഒരു ഹോൾ പ്രോസസ് തന്നെ പറഞ്ഞോളൂ. തുടക്കത്തിൽ ജേണി. ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചിരുന്നത്. ബാംഗ്ലൂർ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നതാണ് നാട്ടിലോട്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വലിയൊരു പ്രശ്നമായിരുന്നു ഇത്. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ ഒരു റാപ്പ് ഷോപ്പിൻ്റെ അവിടെ നിന്ന് റോള് വാങ്ങി, ക്യൂന്ന് റോള് വാങ്ങി. ആ റോള് അവിടെ നിന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി അവിടെ പിന്നെ ട്രെയിനിൽ കഴിക്കുക, അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അതിൽ നിന്ന് അപ്പോൾ ഈ ഒരു സംഭവം എന്തുകൊണ്ടൊരു ബിസിനസ് രീതിയിലൊക്കെ ചെയ്തുകൂടാ, ഒരു സ്റ്റാർട്ടപ്പ് രീതിയിലോട്ട് വർക്കൗട്ട് ചെയ്തെടുക്കാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ സഞ്ജിതിനെ കണക്ട് ചെയ്തു. ഇത് എനിക്ക് 2ാം വയസ്സ് മുതൽ അറിയുന്ന ആളും കോ ഫൗണ്ടറും ഇപ്പോൾ റെയിൽ റോൾസിൻ്റെ ഓപ്പറേഷൻ ഹെഡുമായ സഞ്ജിതിനെ കണക്ട് ചെയ്ത് ആളുമായിട്ട് സംസാരിച്ച് ഇതൊക്കെ. ആൾ BBA പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾ ബിസിനസ് കാര്യങ്ങൾ, ഓപ്പറേഷൻസ് കാര്യങ്ങളിൽ പണ്ടേ കുറച്ച് നോളജുള്ള ആളായിരുന്നു. അപ്പോൾ എനിക്ക് ബെറ്റർ അവനോട് തന്നെ സംസാരിക്കണം തോന്നി. അങ്ങനെ ഞാനും സഞ്ജിതുമായി ടീം. പിന്നെ നമുക്കൊരു ടെക്കിലൊരു ഹെഡിനെ വേണമെന്നുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ സർക്കിളിൽ ഏറ്റവും ടെക്കിൽ ബെസ്റ്റ് എന്നുള്ളത് ഷിജായിരുന്നു. ഞാനവന് +1 +2 ഒക്കെ പഠിച്ചിരുന്നത്. ഐ തിങ്ക് ഈസ് ദ ബെസ്റ്റ് വൺ ടു ടേക്ക് ക്യാരി ഔട്ട് ടു നെക്സ്റ്റ് ലെവൽ. അങ്ങനെ ഞങ്ങൾ 3 പേരായി. പിന്നെ ഷിബിന് ഒരു ദിവസം എന്നോട് ഒരു 1 year മുന്നേ അവൻ പറഞ്ഞിരുന്നു ട്രെയിനിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്താലോ എന്നുള്ളത്. ഞാൻ ഇങ്ങനെ ACC ആയിട്ട് ഇങ്ങനെ കുറച്ച് അതിൻ്റെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് ഒരു ദിവസം എന്നോട് തന്നെ വന്നിട്ട് ചോദിച്ച് ഇങ്ങനെ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം, അങ്ങനെ വലിയൊരു മാർക്കറ്റ് നമുക്ക് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അവങ്ങനെ പറഞ്ഞു ഈ ടൈം എടുത്ത് ആലോചിച്ചോ. എനിക്കറിയാം, ഞാൻ വീട്ടിൽ ഒരു 14 yearsോളം ഒറ്റ മകനായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ പിന്നെ ഞാനും ഒരു തീരുമാനം എടുത്ത് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. ഞാൻ പഠിച്ചത് എനിക്ക് ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ മെമ്പേഴ്സ് 4 പിന്നെ ഒരു 1 മന്ത് ഞങ്ങൾ തന്നെ ഒന്ന് റാപ്സ്, ഞങ്ങളതിപ്പോൾ ഫിനാൻസ് അവനെ ഹാൻഡിൽ ചെയ്യും, ടെക് ഓപ്പറേഷൻസ് സെയിൽസ് മാർക്കറ്റിംഗ് ഒക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ പ്രോഡക്റ്റ് ഡിസൈനിങ്ങിലോട്ട് ഇരുന്നു. ആദ്യം ഞങ്ങൾ ഐഡിയ വാലിഡേഷൻ ഞങ്ങൾ കുനാൽ ഷായുടെ ഡെൽറ്റ 4 തിയറി യൂസ് ചെയ്തിട്ട് ഐഡിയ വാലിഡേഷൻ ചെയ്തു. പിന്നെ ആ ടൈമിൽ നമ്മൾ ബുക്സ് വായിക്കുന്നു മെയിനായിട്ട് ചെയ്തിരുന്നത്. പിന്നെ മൾട്ടിപ്പിൾ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനോട് ഞങ്ങൾ സംസാരിക്കും, ഇതിൽ ഞങ്ങളിങ്ങനെ കാര്യങ്ങളുടെ അവരുടെ ഫീഡ്ബാക്കും അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പും ഐട്രേഷൻ സൈക്കിളും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളൊരു വട്ടം ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫുഡ് നമ്മൾ കയ്യിൽ കൂട്ടിയാൽ കൂടേണ്ട കാര്യമില്ല. അത് ഇങ്ങനെ നമുക്ക് ഇതിലൊരു സ്പെഷ്യലൈസ്ഡ് കുളമായി പോയോ? അതായത് നമുക്ക് അതിൽ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇതിനൊരു എന്താ പറയുക സ്കിൽ സെറ്റ് ഉള്ള ആളെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. അതായത് നസീം നമുക്ക് അതായത് ഞങ്ങൾ +2 ഒപ്പം പഠിച്ചു പറഞ്ഞത്. അപ്പോൾ ഒന്നിനുണ്ടായിരുന്ന ഒപ്പം ഇരുന്ന് ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് നസീം. അപ്പോൾ ഇവനിങ്ങനെ ഹോട്ടൽ മാനേജ്മെന്റ് ഇവനന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത കാര്യം പോലും ഞങ്ങൾക്ക് അറിയില്ല. ഇവനിങ്ങനെ ഒരു കോർപ്പറേറ്റ് ലൈഫ് വേണ്ട ആ രീതിയിൽ അങ്ങനത്തെ ഒരു മൈൻഡിൽ അന്ന് ഇതിനു വേണ്ടി ഡ്രോപ്പ് ഔട്ട് ചെയ്തല്ല, അതിന് മുമ്പേ ഡ്രോപ്പ് ഔട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്ത് ഇവനോട് കാര്യം പറഞ്ഞപ്പോൾ ഇവരും ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്, അങ്ങനത്തെ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസിയാണ്, ഒരു കൺവിൻസിങ്ങിൻ്റെ ആവശ്യം അങ്ങനത്തെ ഒരു സംഭവം അവിടെ വന്നിട്ടില്ല. അവന് പറഞ്ഞപ്പോൾ തന്നെ ഇവന് ഒരു ജോയിൻ ചെയ്യാനുള്ള മെന്റാലിറ്റി കാര്യം നമുക്ക് തുടങ്ങാം, ഒരുമിച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ രീതിയിൽ ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങ് കൈ കൊടുത്ത് അപ്പോൾ ഇതുവരെ എത്തിയപ്പോൾ ഇപ്പം മെയിൻലി നമുക്ക് റാപ്സ് അല്ലേ ഉള്ളത്. ഇപ്പോൾ റാപ്പ് അല്ലാണ്ട് തന്നെ നമുക്കിപ്പോൾ ടേക്ക് അവേ എടുക്കാൻ പറ്റുന്ന, ഇപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡ്സും അവൈലബിൾ ആണല്ലോ. അപ്പം റാപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതിൻ്റെ റീസൺ എന്താ? അതിൽ നമുക്ക് സ്കെയിലബിൾ മോഡൽ ഉണ്ടാക്കുകയായിരുന്നു നമ്മൾ. ഇത് അതായത് F&B ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഡസ്ട്രിയിലൊരു ഇതുണ്ട്. നമ്മളത് ഇപ്പോൾ ഒരു 100 പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കെയിലിംഗ് ഓപ്പർച്യൂണിറ്റി ഓൾമോസ്റ്റ് 10 കിലോമീറ്റേഴ്സാണ്. ഇപ്പോൾ നമുക്ക് 10 പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെയിലിംഗ് ഓപ്പർച്യൂണിറ്റീസ് 1000 കിലോമീറ്റേഴ്സാണ്. സോ നമുക്ക് നാഷണൽ ലെവൽ ഡിസ്ട്രിബ്യൂഷനും ഈസി ആയിട്ട് സ്കെയിൽ ചെയ്യാനും പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് മെൻറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ കാര്യങ്ങൾ കിട്ടി. സോ വി ആർ ഫോക്കസ്ഡ് ഓൺ എ സിംഗിൾ പ്രൊഡക്റ്റ് ടു സ്കെയിൽ ഇൻ നാഷണൽ ലെവൽ. സോ ആ ഒരു രീതിയിലോട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കിട്ടിയത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ പാരലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ റാപ്സിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ കൺവീനിയൻസും കാര്യങ്ങളൊക്കെ അത് കീപ്പ് ചെയ്യണം. അല്ലാതെ വെറുതെ ഒരു ടേസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ട്രെൻഡിനോ അനുസരിച്ച് നമുക്കത് മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി നടക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പാരലൽ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണതിൻ്റെ പാരലായിട്ട് ഈ ഒരു ഇത് R&Dയിൽ നസീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ എന്തൊക്കെ പോസിബിലിറ്റീസാണ് നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതൊരു എൻഡില്ലാത്ത പ്രോസസ്സ് ആ രീതിയിൽ നമ്മൾ കാണുന്നു. ഇപ്പം എന്തൊക്കെ ടൈപ്പ് റാപ്സാണ് ഉള്ളത് ഇപ്പോൾ അവൈലബിൾ ആയിട്ട്? കറന്റ്ലി നമ്മളെടുത്ത് ഇപ്പോൾ ലൈക്ക് ക്ലാസിക് ചിക്കൻ സിംഗിൾ തന്നെ ലൈക്ക് നമുക്കൊരു 2, 3, 4 ടൈപ്സ് ഓഫ് റാപ്സ് വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ പ്രീമിയം വേർഷൻ വരുന്നുണ്ട്. പിന്നെ വെജിൽ നമുക്ക് പനീർ ടൈപ്പ് വരുന്നുണ്ട്. അതിൽ തന്നെ പ്രീമിയം സെഗ്മെൻ്റ് ഉണ്ട്. പിന്നെ ഒരു ലൈക്ക് അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്നാക്ക് ടൈപ്പ് ഒരു 49 rupees നമ്മൾ മെനു സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എൻ എഗ് റാപ്പാണ് നമ്മുടെ ബഡ്ജറ്റ് വൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് പെപ്സി, 7up ഇതാണ്. കാരണം നമ്മളുടെ ഈ റാപ്പ് അത്യാവശ്യം ഒരു ഹെവി മീലാണ്. അപ്പോൾ ആ മീല് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ R&Dയിൽ വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു പെപ്സി പോലത്തെ ഡ്രിങ്ക് ആയിരിക്കും ഒന്നുകൂടി സ്യൂട്ട് ആവും. ആൻഡ് റെസ്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ഒന്നും ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴും അവർക്കും ബെസ്റ്റ് ഓപ്ഷൻ അതാണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഇതിൻ്റെയൊക്കെ നമ്മളൊരു ഹെൽത്തിയർ വേർഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ എല്ലായിടത്തും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അതുപോലെ തന്നെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈ പെപ്സി കിട്ടിയോണ്ട് പെപ്സി 7up ആ ഒരു രീതിയിലോട്ട് നമ്മൾ മാറി. നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ശരി, അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ചെയ്തത്. പിന്നെ നമ്മളൊരു മെൻറ്റേഴ്സ് രീതിയിൽ കുറേ ആൾക്കാരെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഗ്രോസിയോ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ CEO മിസ്റ്റർ കാജ ഹുസൈൻ സാർ, നമ്മളൊരു ഇനീഷ്യൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവിടെയാണ്. ഒരു ഓൾമോസ്റ്റ് 6 months മുമ്പ് നമ്മളൊരു പിച്ചിലൊക്കെ ഒരു ചെറിയൊരു സാധനം കൊണ്ട് ആളെ തീർച്ച് കയറി ചെന്ന് ആളുടെ ഒരു കുറേ മെൻറ്ററിങ് കാര്യങ്ങളുണ്ട്. നമ്മൾ കുറേ മിസ്റ്റേക്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് കുറച്ച് ഫാസ്റ്റ് മൂവ് ചെയ്യാൻ പറ്റിയതും ഇങ്ങനത്തെ ഒരാൾക്ക് ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മൗസി ബ്രാൻഡിന് അവർ മിൽക്ക് ബ്രാൻഡിൻ്റെ ചെയർമാൻ അഷർക്ക, അതുപോലെ തന്നെ
സ്കെയിലപ്പ് പെരിന്തൽമണ്ണയുള്ള സ്കെയിലപ്പ് കോൺക്ലേവ്, അവരുടെ നദീം സാർ CEO, ഇവരൊക്കെ നമ്മളെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും കണക്ട് ചെയ്യാനും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓരോ സ്റ്റേജിലും നമുക്ക് അതിൻ്റേതായ കുറച്ച് ഹെൽപ്പും സപ്പോർട്ടും സറൗണ്ടിങ്സും നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടും ഓഫ്കോഴ്സ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓൾസോ ഇവരും കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് നമ്മളിങ്ങനെ ചിന്തിക്കും അവർക്ക് ഇപ്പം എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ സഹായിച്ചുകൊണ്ട് അവർക്ക് ഒന്നും കിട്ടാനില്ല. ചില അവർ നല്ല വില്ലിങ് ആയിട്ട് നമ്മൾ ഒരു അതായത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ ഇങ്ങനെ റിസ്ക് എടുത്തുകൊണ്ടാവാം എന്താണ് നമുക്കറിയില്ല, അവർ നല്ല വില്ലിങ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾ ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അപ്പുറം ഒരുപാട് പേര്. ആസ് എ മെൻറ്ററായിട്ട് പറയാനാണെങ്കിൽ ആരുടെ പേര് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ ആരെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ ആരെങ്കിലും? നമ്മൾ ഓരോ ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരാണ് വിപിൻ സാർ, ഡോക്ടർ വിപിൻ, ആൾ സ്റ്റെം കാഡറ്റ്സിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ കറണ്ടിൽ ഇപ്പം നല്ലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആളുമായിട്ട്. നമുക്ക് ഓരോ ടൈമിൽ ഓരോ സെറ്റ് ഓഫ് ഫേസിൽ ഓരോരുത്തരും ഇവഞ്ച്വലി നമുക്ക് കാജക്ക മീൻസ് ഗ്രോത്തിയോടെ CEO സീറോന്ന് നമ്മളെ മോൾഡ് ചെയ്തെടുത്തത് കാജക്കാണ് നമ്മളെ ജേണിയിലൊരു ഭാഗങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ജേണി ഇതുവരെ നിൽക്കുന്നുണ്ട് നിങ്ങൾ 5 പേരുടെ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഫേസ് ചെയ്തിട്ടുള്ള സ്ട്രഗിൾസ്, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള സ്ട്രഗിൾസ് എത്രത്തോളം ആയിരുന്നു ഷെയർ ചെയ്യാവോ? സ്ട്രഗിൾസ് എന്ന് പറയുകയാണെങ്കിൽ മീൻസ് നമുക്ക് അങ്ങോട്ട് മടുക്കും. ആ രീതിയിലേക്ക് നമുക്ക് അത്രയും നമ്മൾ ടെൻസ്ഡായി അങ്ങനെ ഒരു ഇതൊക്കെ എത്തും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എങ്ങനെയും ആ ഒരു കാര്യത്തെ ടാക്കിൾ ചെയ്തിട്ട് അതൊരു പോസിറ്റീവ് രീതിക്ക് ആക്കിയിട്ടുണ്ടാവും. നമുക്കുള്ളൊരു മോട്ടിവേഷനും അത് തന്നെയാണ്. അതായത് നമുക്കൊരു ബുദ്ധിമുട്ട് വരും, അതിനെ ടാക്കിൾ ചെയ്യും. ഓരോ ഹൈഡൽസ് വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളതിനെ ഇങ്ങനെ ഇതാക്കുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ അത് നമുക്ക് അടുത്തത് സോൾവ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനായിട്ട് ദാറ്റ്സ് വാട്ട് കീപ്പ് അസ് ഗോയിങ്. റിസലൻ്റ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഡെയിലി തീരുന്നില്ല, ഡെയിലി രാത്രിയാകുമ്പോൾ എങ്ങനെയൊക്കെ അത് സോർട്ട് ഔട്ട് ആവും. സോ നമ്മൾ ഫോക്കസ് വർക്കിംഗ് ഓൺ ഇൻ ഓപ്പറേഷൻസിലായിട്ട് എത്രയും ഫോക്കസ് കൊടുക്കുക. ഫോക്കസ് ആയിട്ടോട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് നോയ്സിൽ പരമാവധി ഒഴിവാക്കി നമ്മളുടെ വർക്കിൽ നമ്മൾ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ചെറിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ഓരോ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് KPIs ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ വലിയ പ്രോബ്ലംസ് വരാറില്ല. ഞാനൊക്കെ ഇപ്പോൾ ഒരു ഓപ്പറേഷനിലാണ് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഞാനൊക്കെ പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ടൈപ്പാണ്. ഇപ്പോൾ നസീമൊക്കെ പറയുകയാണെങ്കിൽ അവൻ പറയും പ്രോബ്ലംസ് വരട്ടെ, ആ പ്രോബ്ലം വെൽക്കം ചെയ്യുന്ന ടൈപ്പാണ്. കൂടുതൽ പ്രോബ്ലംസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. അതായത് അത് നമുക്ക് കൂടുതൽ അതായത് വെറുതെ ഒരു സക്സസ് അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത് ഗോയിങ്ങിനെക്കാട്ടിലും നമുക്ക് കൂടുതൽ ഒബിയസ്ലി പഠിക്കാൻ പറ്റുക ഇങ്ങനത്തെ പ്രോബ്ലംസ് അപ്സ് ആൻഡ് ഡൗൺസും വരുമ്പോഴാണ്. നമുക്ക് എല്ലാവർക്കും ആ ഒരു മൈൻഡ് ഉണ്ട്, എന്നാൽ പോലും നമ്മുടെ എന്താ പറയുക ആ ഒരു ഇമോഷൻസ് അതിനായിട്ട് നമ്മൾ ഒരാളൊരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മളെ ഒന്ന് പൊക്കാൻ നമ്മളെ അപ്പുറത്ത് നമ്മളെ കൂടെയുള്ള ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാനും ഒരു താങ്ങ് തരാൻ ഒരാളുണ്ടെന്ന ധൈര്യത്തിൽ. അതുകൊണ്ടാണ് പല ടൈമിൽ നമ്മൾ ഡെഡ് എൻഡിൽ എത്തുമ്പോൾ ഉണ്ടാവും, നമ്മുടെ ടീമിൽ തന്നെ ആരെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ വരും നമ്മളൊന്ന് സഹായിക്കാനായിട്ട് എന്തായാലും വരും. നമ്മൾ കുറേ ടൈമിൽ ഇങ്ങനെ നാളെ എന്ത് ചെയ്യുന്നില്ല രീതിക്ക് എത്തിയിട്ടുണ്ട്, നാളെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. ഓക്കെ, റെയിൽ റോൾസ് നമുക്ക് ഇതിൽ എങ്ങനെ ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഒരു ട്രാവലിൻ്റെ ഇടയിലാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞു ട്രെയിനിൽ മാത്രമല്ല നമുക്ക് ട്രാവൽ ചെയ്യുന്ന ആസ് എ ട്രാവലിംഗ് പേഴ്സണ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന ലിമിറ്റഡ് ടൈമിൽ നമുക്കിത് എങ്ങനെയാണ് ഓർഡർ ചെയ്യാൻ പറ്റുന്നത്, പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ? കറണ്ട്ലി ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോയിൽ നമ്മൾ അവൈലബിൾ ആണ്. PNR നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കറണ്ട്ലി എറണാകുളം എത്തുന്നതിന് 1 hour മുന്നേ ഏത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ PNR നമ്പർ അടിച്ചു കൊടുത്തു സീറ്റിലോട്ട് നമുക്ക് ഡെലിവറി സ്വിഗ്ഗി സൊമാറ്റോ വഴിയുണ്ട്. വൈകാതെ നമ്മൾ ഫുഡ് ഓൺ ട്രാക്ക് IRCTC ആപ്പിൽ തന്നെ നമ്മൾ അവൈലബിൾ ആയി വരും വിത്തിൻ 2 weeksനുള്ളിൽ തന്നെ. പിന്നെ അതുപോലെ തന്നെ കറണ്ട്ലി വർക്കിംഗ് ഓൺ അവർ ഓൺ പ്ലാറ്റ്ഫോം. സോ ലൈക്ക് ദാറ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു ഒരൊറ്റ ഔട്ട്ലെറ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒബിയസ്ലി നമുക്ക് കൂടുതൽ സ്റ്റേഷൻസിലും കൂടുതൽ ട്രാവലിംഗ് സ്പോട്ടിലൊക്കെ അവൈലബിൾ ആക്കുക. അതന്നെ നമ്മുടെ ഗോള്. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് വെച്ച് നമ്മൾ എന്താ പറയുക നമ്മളൊരു വിഷനും കാര്യങ്ങളും അതിനോട്ട് എത്തിക്കണം. ഇനി അതൊരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൺ പ്ലാറ്റ്ഫോമിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു ബിസിനസ് നിങ്ങൾ ആദ്യം മൈൻഡിൽ വന്ന ഒരു ടൈമിൽ ഈ ഒരു കോൺസെപ്റ്റ്, ഒരു 1 line ആയിട്ട് വന്ന കോൺസെപ്റ്റ്, ഇത് വിജയിക്കും എന്ന് മനസ്സിലായത് എങ്ങനെയാണ്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു വിജയിക്കുന്ന ഉറപ്പിച്ചിട്ടല്ല ഞങ്ങൾ തുടങ്ങി. വിജയിക്കുന്ന അതായത് ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ പൊട്ടിപ്പോയാലും അത് നല്ലൊരു എക്സ്പീരിയൻസ്. അതായിരുന്നു ഞങ്ങൾ അന്ന് തുടക്കത്തിൽ
സെറ്റാക്കി വെച്ചൊരു മൈൻഡ്. വിജയിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും തുടങ്ങിയിട്ടുണ്ടാവില്ലായിരിക്കാം. നമ്മളൊരു സ്റ്റാർട്ടപ്പ് ജേണിയിലാണെങ്കിലും ഓഡ്സ് എപ്പോഴും നമ്മളെ എഗെയിൻസ്റ്റ് ആയിരിക്കും. നമ്മൾ സക്സസ് റേറ്റ് ആണെങ്കിലും ബിലോ 5%, 10% ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഓഡ്സിനെതിരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റർപ്രനേഴ്സ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ കീപ് പുഷിങ്, എങ്ങനെയൊക്കെ സോർട്ട് ഔട്ട് ആവും എന്നുള്ള രീതി. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിന് മുന്നേ റെയിൽ റോൾസിന് മുന്നേ ഞാനും ഷിബി ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഓരോ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ അവിടെ ഡ്രോപ്പ് ചെയ്യും. പിന്നെ അതിനെക്കുറിച്ച് ഫോളോ അപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ ഐഡിയ തന്നെ ഒരു അപ്ഡേറ്റ് വന്നു, വേറൊരു സ്ഥലത്ത് നിന്ന് ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു അതിന്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ആലോചിക്കുന്നത് അത്ര നിലവാരമില്ലാത്ത കാര്യമല്ല, മീൻസ് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ തോന്നിയില്ല. അതിന് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അടുത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം തന്നെ അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ. ഓക്കെ, ഇപ്പം നിലവിൽ എത്ര ഹാപ്പി കസ്റ്റമേഴ്സ് കാണും നമുക്ക്? Approximately we have around like 20,000. I mean, sorry, 22,000. സോറി, ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ട് 2 months ആവുന്നു. 2 months ആയിട്ടില്ല ആവുന്നു. 2 months ആയിട്ടില്ല, അപ്പോഴേക്കും ലൈക്ക് മോർ ദാൻ 2,000. ഹാപ്പി കസ്റ്റമേഴ്സ്. ഇത് ടേക്ക് അവേ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത്, ടേക്ക് അവേ ആൻഡ് ഓൺലൈൻ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്താണ് ഈ ഒരു ഹാപ്പി കസ്റ്റമേഴ്സ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്? അല്ല, നമുക്കൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കിട്ടി എന്നുള്ളൊരു തോന്നലുണ്ട്. ആസ് എ ബിസിനസ് പെർസ്പെക്റ്റീവ് നമുക്ക് അപ്പോൾ ഇനി മോർ ദാൻ ഒരു പെർഫോമൻസ് മാർക്കറ്റിങ്ങിലൂടെയോ ഇതിലൂടെ നമുക്ക് ഇനി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ നമുക്ക് സന്തോഷമാണ് റിവ്യൂസ് കാണുമ്പോഴും റേറ്റിങ്സ് കാണുമ്പോഴും നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവലുണ്ട്. പിന്നെ നമ്മളൊരു പ്രോഡക്റ്റ് ഒരാൾ കഴിക്കുന്ന കാണുമ്പോൾ അതിന് വേറൊരു സന്തോഷമുണ്ട്. നമ്മളൊരു 6 മാസം മുന്നേ മൈൻഡിലുള്ള സംഭവം ഇപ്പം യഥാർത്ഥത്തിൽ ഒരാളെ പ്രോബ്ലം സോൾവ് ചെയ്ത് അയാളെ ഹാപ്പിയായി ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട് എന്ന് തന്നെ അറിയുമ്പോൾ ഉള്ളൊരു സംതിങ് ഹൈ എന്നല്ല, ഒരു ചെറിയൊരു സന്തോഷം. നമ്മുടെ ഐഡിയ അങ്ങനെ കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോരുത്തർക്കും. കാരണം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവരുടെ പ്രശ്നത്തിൽ നിന്ന് അത് അവർക്ക് സൊല്യൂഷൻ ആയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോൾ ഒരു നല്ല നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫിസിക്കൽ ഔട്ട്ലെറ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളൊരു പേജും കാര്യങ്ങളും തുടങ്ങിയാലും ബ്രാൻഡിങ് ചെറിയ രീതിയിൽ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് DMs വരാറുണ്ട്. അതായത് നമ്മൾ എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഐഡിയയിലും ചെറിയൊരു ഔട്ട്ലൈൻ ആൾക്കാർ കിട്ടിയപ്പോൾ തന്നെ ആൾക്കാർ ഒരുപാട് അപ്രിസിയേഷനും, അതായത് കീപ് ഗോയിങ് എന്നുള്ള രീതിയിൽ നല്ല ഇനീഷ്യേറ്റീവ് ആണ്. എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു അത്, നമുക്കും അറിയാം ഓൾറെഡി. അപ്പോൾ ആൾക്കാർ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. നമ്മൾ നന്നാവുമോ ഇല്ല അത് അവർക്ക് അറിയില്ല ആ ഒരു സ്റ്റേജിൽ. പക്ഷെ ആൾക്കാർ എന്നാൽ പോലും ഒരു നമ്മളെ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട്, നമ്മളറിയാത്ത ആൾക്കാർ അങ്ങനെ ഓടിയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ബിസിനസ് ഇപ്പോൾ ഇതുവരെ ആയിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് എന്തായിരിക്കും? അച്ചീവ്മെൻറ്റ്സ് ചെറുതും വലുതുമായിട്ട് കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കണം. വൺസ് ഇപ്പോൾ ഷാർക്ക് ടാങ്ക് ഇന്ത്യയുടെ ഇതിൽ സെക്കൻഡ് ഫേസിലോട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ പ്രോഗ്രാംസിൽ വെൽക്കമിങ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സ്കെയിലപ്പിൻ്റെ മലപ്പുറം സബ്മിറ്റിൽ നമ്മൾ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് എന്നുള്ള രീതിയിൽ. പിന്നെ ആൾക്കാർ വെൽക്കമിങ് ആണ് റെയിൽ റോൾസിനെ കുറിച്ച് കേൾക്കുമ്പോഴും. പിന്നെ ആൾക്കാരുടെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇപ്പോൾ ഇത്രയും ആൾക്കാരുടെ പ്രോബ്ലം സോൾവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ നമ്മളെ ഇവഞ്ച്വലി നമ്മളെ തോട്ടിലുള്ള കാര്യം അതിപ്പോൾ റിയാലിറ്റിയിൽ എത്തി ഹാപ്പി കസ്റ്റമേഴ്സിന്. ഞങ്ങളുടെ ഫസ്റ്റ് ഓർഡർ പോലും നമ്മൾ ഉദ്ദേശിച്ച ഒരു പെർഫെക്റ്റ്, നമ്മൾ ജസ്റ്റ് പുറത്തുനിന്നാണവർക്ക് ഇത് ജസ്റ്റ് ഒരു ഫിസിക്കൽ ഔട്ട്ലെറ്റ് ആണ്. പക്ഷേ ആ ഒരു എന്താ പറയുക, ഇത് നിമിത്തം പോലെ നമുക്ക് ഫസ്റ്റ് കസ്റ്റമർ ഒരു ഫോറിൻ ലേഡി നമ്മുടെ കടയിൽ നിന്ന് റാപ്പ് വാങ്ങി ട്രെയിനിൽ കയറി പോകുന്നു. ഒരു വീഡിയോ ആണല്ലോ നിങ്ങൾ ഇട്ടേക്കുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് വേണ്ട ഒരു ഐഡിയൽ കസ്റ്റമർ കറക്റ്റ് കിട്ടി. ഇതൊക്കെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ലുക്സ് ലൈക്ക് വെരി ഹാപ്പി. ട്രാവലറിനെ തന്നെ സെർവ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് സോ ഹാപ്പി ഫോർ ദാറ്റ്. പിന്നെ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ലിമിറ്റിനെ നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഓരോ ദിവസവും നമ്മൾ എത്രത്തോളം നമ്മളെ പൊട്ടൻഷ്യൽ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇപ്പോൾ ഫാമിലി അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷൻ ഗെറ്റ് ടുഗദർ ഒക്കെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു നിലയിൽ നിങ്ങൾ പോയി നിൽക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ റെസ്പോൺസ്? കറന്റ് ഇത് കഴിഞ്ഞിട്ട് ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ടൈം കിട്ടിയിട്ടില്ല. അല്ല, ഇപ്പോൾ ഫാമിലിക്കുള്ളിൽ തന്നെ കോൾസ് വരാറുണ്ട് ഫാമിലീസിന്. നമുക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് അപ്രീസിയേഷൻസ് പല രീതിയിൽ കിട്ടാറുണ്ട്. ഇപ്പോൾ ലൈക്കായിട്ടും കമൻ്റായിട്ടും പിന്നെ കോൾസ് ആയിട്ടും ഹഗ് ഇമോജി ആയിട്ടും ഇങ്ങനെ പല പല രീതിയിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഹാപ്പി. നമ്മളെ പോലെ തന്നെ എക്സൈറ്റഡ് ആണ് അവരും. എത്രത്തോളം
ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ ഉണ്ട്. അതെ, നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് ആക്ച്വലി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ നമുക്ക് ചുറ്റും. ഇപ്പം തന്നെ നമുക്കൊരു വിഷൻ കാണുമായിരിക്കും, ഒരു ഐഡിയ കാണാമായിരിക്കും, പക്ഷെ അത് തുടങ്ങണോ വേണ്ടേ എന്നാൽ ചിന്തിക്കുന്ന ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രീ അഡ്വൈസ് എന്തായിരിക്കും നിങ്ങൾ 5 പേർക്കും? മൈൻഡിലുള്ളത് ചെയ്യുക. അതായത് നമ്മൾ ഒരിക്കലും സ്പെഷ്യലല്ല, 5 ആൾ സ്പെഷ്യലല്ല. അതായത് ബേസിക് ആവറേജ്, അതായത് നമ്മളെല്ലായിടത്തും കാണുന്ന ആവറേജ് ആൾക്കാർ മാത്രം. പക്ഷെ നമ്മൾ എന്താ പറയുക, മൈൻഡിൽ നമുക്ക് തോന്നുന്നു നമ്മളെ എന്താ പറയുക ഇൻസ്റ്റിങ്സിനെ വിശ്വസിക്കുക. നടക്കുമെന്ന് വിചാരിച്ചാൽ നടക്കും, നടക്കാതിരിക്കാം ഇല്ല. അതായത് നടക്കുമെന്ന് വിചാരിച്ച് ഇറങ്ങുക, അത്ര ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് വർക്കൗട്ട് ആവുമല്ലേ എന്നറിയാൻ അത് ഏറ്റവും നല്ലത് അത് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെ കേസ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേ 1-2 ഡിസ്കഷൻ നടത്തിയിട്ട് അത് ഡ്രോപ്പ് ചെയ്തു പറഞ്ഞല്ലോ. അത് വേറൊരാൾ ചെയ്ത് അയാൾക്ക് സക്സസ് ആയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വന്ന ആ ഒരു റിഗ്രറ്റ് വേറെ ആർക്കും വരരുത്. അതായത് ചെയ്തിട്ട് തന്നെ നമുക്ക് അറിയണം സക്സസ് ആവുമല്ലേ എന്ന്. ഇപ്പോൾ ഫെയിൽ ആയാൽ കൂടെ ആ ഒരു കിട്ടുന്ന എക്സ്പീരിയൻസ് അത് വലുതായിരിക്കും. പിന്നെ മാക്സിമം നമ്മൾ ബുക്സ് റീഡ് ചെയ്തിട്ടും കുറേ നമുക്ക് ഇനീഷ്യലി നമ്മൾ ഫ്രീ അഡ്വൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനീഷ്യലി നമ്മൾ ചെയ്തത് നമ്മൾ ബിസിനസ് എൻ്റർപ്രണർഷിപ്പ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, 0 to 1 എങ്ങനെയാണ്, 1 to 100 എങ്ങനെയാണ്, പ്രൊഡക്റ്റ് മിനിമം വൈബിൾ പ്രൊഡക്റ്റ് എങ്ങനെയാണ് എത്തിക്കണം, പ്രോട്ടോടൈപ്പ്, ഫീൽഡ് ടെസ്റ്റിംഗ്. അതായത് നമ്മൾ ബേസിക് കാര്യങ്ങൾ പഠിച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു അഡ്വൈസ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ ജേണിയിൽ ഇതിന് മുമ്പ് പോയ ആൾക്കാരോട് സംസാരിക്കുക. അവരിൽ നിന്ന് നമുക്ക് കൂടുതൽ ഇൻപുട്ട് ഇട്ടും അവർ ചെയ്ത മിസ്റ്റേക്കുകൾ നമ്മൾ ഇപ്പോൾ ആൾക്കാർ വില്ലിങ് ആണ് പറഞ്ഞുതരാം. ഇഷ്ടംപോലെ ആൾക്കാരെ സഹായിക്കാൻ വില്ലിങ് ആണ്. അപ്പോൾ അവരോട് ചോദിക്കുക, നിങ്ങൾ ഏത് മേഖലയിലാണോ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ എക്സ്പീരിയൻസ് ആയ ആൾക്കാരോട് സംസാരിക്കുക, അവരിൽ നിന്ന് ഇൻപുട്ട് എടുക്കുക, അവർ ചെയ്ത് മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക, ആൻഡ് കീപ് പുഷിങ്, വർക്കിംഗ് ഹാർഡ്. ഇതൊക്കെ തന്നെ ഈ ചെറിയ പ്രായത്തിൽ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ആൾക്കാർ ഒന്നുകൂടിയും വില്ലിങ് ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അവരുടെ ആ ഒരു അതായത് നമ്മളെ ഒന്നുകൂടിയും പ്രത്യേകിച്ചൊരു പരിഗണന. അത് പിന്നെ ഒരു പ്രായത്തിൽ ഇത് റിസ്ക് എടുക്കുമ്പോൾ കിട്ടുമെന്ന് അറിയില്ല, തോന്നുന്നില്ല. നമ്മളൊരു യങ് എൻ്റർപ്രണേഴ്സ് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക പ്രിവിലേജ് അതാണ്. ആൾക്കാരുടെ ആ ഒരു മൈൻഡ് നമ്മളോടുള്ള ഒരു സംഭവം. അതിന് നെഗറ്റീവ്സും ഉണ്ട്, നമ്മളെ കുറച്ച് കാണുന്നവരുണ്ടാവും. അതായത് ഏജിന് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേരല്ലേ എന്നും പറഞ്ഞ് കാണുന്നവരുണ്ടാവും. അപ്പം നിങ്ങളുടെ ഒരു ബിസിനസ് ഗ്യാപ്പ് എന്തായിരിക്കും ഈ ഒരു റെയിൽ റൂൾസിൻ്റെ? അതായത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസാണ് ഇന്ത്യൻ റെയിൽവേസ്. അതിലവിടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ട്രാവലേഴ്സ് ഡെയിലി ട്രാവൽ ചെയ്തിട്ട് അവർക്ക് നല്ലൊരു ഫുഡ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഇപ്പോൾ കറക്റ്റ് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു ഗ്യാപ്പ് കണ്ടു. അവിടെ ഒരു ആസ്പിറേഷനും ഉണ്ട്, പർച്ചേസിങ് പവറും ഉണ്ട്. അതിനനുസരിച്ചുള്ളൊരു പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ അതാണ് നമ്മളുടെ ബിസിനസ് ഗ്യാപ്പ്. നമ്മൾ അതിലൊരു ഗോൾ എന്ന് പറയുന്നത് എല്ലാ ട്രാവലേഴ്സും ഹൈജീനിക് ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കണം എന്നുള്ളത്. അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പേടിയുണ്ട്. അതായത് ട്രെയിനിൽ ട്രാവലിൻ്റെ ടൈമിൽ അത് മൊത്തമായിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ടോക്കാണ്. ട്രെയിനിലെ ഫുഡ് സേഫാണോ ആ ഒരു പേടിയും ആശങ്കയും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു എസ്റ്റാബ്ലിഷ്ഡ് സംഭവം വരുമ്പോൾ ആ ഒരു പേടി ഒഴിവാക്കാൻ പറ്റും. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക റെയിൽവേ ബേസ്ഡ് ഫുഡ് ബ്രാൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എത്തി. ഇപ്പോൾ ഒരു ട്രാവലർ ടൈം കൺസ്യൂം ചെയ്യാതെ ഫുഡ് കഴിക്കണം, പേടിക്കാതെ ഫുഡ് കഴിക്കണം. പല രീതിയിലുള്ള കൺസേൺ, അവരുടെ ഹൈജീൻ കൺസേൺ ആണെങ്കിലും ഈ ടൈം വെച്ചിട്ടുള്ള കൺസേൺ ആണെങ്കിലും എല്ലാ കൺസേൺസും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ ഒഴിവാക്കിയിട്ടുള്ള ഒരു സംഭവം. ഒരു 150 റുപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ മീൽ ഓപ്ഷൻ വൃത്തിക്ക് ഹൈജീനിക്കായി ടൈം കൺസ്യൂം ചെയ്യാതെ കൺവീനിയൻ്റ് ആയിട്ട് കഴിച്ച് കൈ പോലും കഴുകാതെ ഹാൻഡ് വാഷ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫുഡ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് റെയിൽ റൂൾസ് ഇപ്പോൾ കറൻറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും കൂടി ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പം നിങ്ങളുടെ ബോണ്ട് എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ. നിങ്ങളുടെ ഫ്യൂച്ചർ വിഷനും നിങ്ങളുടെ ഗോൾസും എല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്യട്ടെ. പിന്നെ ഞങ്ങളുടെ ഗോൾഡൻ ഇന്നിങ്സിൻ്റെ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിൽ വന്നതിനും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിനും വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കും ഇതുപോലൊരു സംരംഭം തുടങ്ങണ്ടേ? അതിന് ഈ പുതുവർഷം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗോൾഡൻ ഇന്നിങ്സിൻ്റെ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിൽ നിന്നും ഐ എം അരോമ സൈനിങ് ഓഫ്. ബൈ ബൈ.